രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അപമാനിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. രഞ്ജിത പുളിക്കന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലും കോടതി നാളെ വിധി പറയും. എസ് ശാലിനി ചേരുന്നു. ശാലിനി, പറയൂ. മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കേസിന്റെ പൂർണ്ണമായിട്ടുള്ള വാദം ഇന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി വിധി പ്രസ്താവിക്കുക എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ 6 പ്രതികൾക്കെതിരെയായിരുന്നു ഈ സംഭവത്തിൽ അന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. കേസിലെ 5ാം പ്രതിയായ രാഹുൽ ഈശ്വറിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേസിലെ 1ാം പ്രതിയായിട്ടുള്ള മഹിളാ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള രഞ്ജിത പുളിക്കന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലും കോടതി നാളെ വിധി പറയും എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയുടെ ചിത്രമോ പേരോ താൻ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടില്ലെന്നും താൻ മുൻപ് പങ്കുവച്ചതൊരു പോസ്റ്റ് മറ്റാരോ കേസിന് ശേഷം കുത്തിപ്പൊക്കിയതാണോ എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ വാദിച്ചിട്ടുള്ളത് കോടതിയിൽ. ഒപ്പം തന്നെ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നേരത്തെ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും തുടർ നടപടിയിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതും നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന് ലഭിച്ചതുപോലെ സന്ദീപ് വാര്യർക്കും ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം തുടർന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വർ അടക്കം 6 പ്രതികൾക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തത്. അതിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിയിരുന്നു. മറ്റ് 5 പ്രതികളുടെ 2 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിച്ച ശേഷം നാളത്തേക്ക് വിധി പറയാനായി മാറ്റിയത്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.